ആറ്റിങ്ങലിലെ ജനസഭയിൽ ചർച്ച സജീവമാക്കേണ്ടത് ഇവിടുത്തെ വോട്ടർമാരാണ്. അതുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. യെസ്, അടുത്ത ചോദ്യത്തിലേക്ക്. ചേട്ടാ, ഈ ചർച്ച തുടങ്ങിയപ്പോൾ തൊട്ട് ഇത് KSU SFI ABVP കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പല്ല, മണ്ഡലത്തിലെ അതുകൂടെ ചർച്ച ചെയ്യണം. മനസ്സിലായില്ലേ? സിദ്ധാർത്ഥന്റെ മരണം കൂടെ ചർച്ച ചെയ്യണം. സിദ്ധാർത്ഥന്റെ മരണം ചർച്ച ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതി ഒന്ന് മനസ്സിലാക്കണം. ധീരജ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്റെ അച്ഛൻ കോൺഗ്രസ്സുകാരനായിരുന്നു. സ്വന്തം മകനെ കൊന്നവന്റെ മുമ്പേണ് പറഞ്ഞത് സംരക്ഷിക്കും ഞാൻ, എന്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞൊരു ചരിത്രമുണ്ട്. അതൊക്കെ പോട്ട് ഇപ്പൊ ഇവിടെ ക്ഷേമ പെൻഷന്റെ കാര്യം പറഞ്ഞു ചേട്ടൻ. ഞാൻ 1600 മാസം ക്ഷേമ പെൻഷൻ മേടിക്കുന്നുണ്ട്, വികലാംഗ പെൻഷൻ. വീൽ ചെയറിലാണ്. ഇപ്പൊ ചേട്ടന് കാണാലോ, 1600 1300 രൂപ എനിക്ക് തരണത് പിണറായി സർക്കാരാണ്, 300 തരണത് BJP ആണ്. അപ്പൊ ഇല്ല, 300 വലുത്, 1300 വലുത്. അത് ഒന്ന്. രണ്ട്, ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി ഒന്ന് മനസ്സിലാക്കണം. ഈ ക്ഷേമ പെൻഷനെ കുറിച്ചൊക്കെ പറയുമ്പോഴേ BS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് 500 രൂപയായിരുന്നു ക്ഷേമ പെൻഷൻ. 5 വർഷം കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ കൂട്ടിയത് 100 രൂപയാണ് 600 രൂപയാക്കി. 18 മാസം ആ പെൻഷൻ കൊടുത്തിട്ടില്ല. ഓർമ്മ ഉണ്ടല്ലേ? ആ 18 മാസം വികലാംഗനും ഉണ്ടായിരുന്നു, വിധവയും ഉണ്ടായിരുന്നു, വയസ്സായ അമ്മമാരും ഉണ്ടായിരുന്നു. 4 മാസത്തെ കുടിശ്ശിക ഉണ്ടെന്ന് പറഞ്ഞോട്ട് ചേട്ടാ, പറഞ്ഞോട്ട് കിടണ്ട. എന്നിട്ട് ഈ 7.5 വർഷം കൊണ്ട് പിണറായി സർക്കാർ കൂട്ടിയത് 1000 രൂപയാണ്. ഉമ്മൻചാണ്ടി സർക്കാർ കൂട്ടിയത് 100 രൂപ. ഒരു കാരണവശാലും യോഗ്യതയില്ല. ഈ 7.5 വർഷം കൊണ്ട് കേരളത്തിൽ 3,55,000 പരം വീടുകളുടെ പണി പൂർത്തീകരിച്ചു ലൈഫ് പദ്ധതിയിൽ. കേന്ദ്രം കൊടുക്കുന്ന ഓഹരി എത്രയാണെന്ന് അറിയാലേ? ഈ 3,55,000 പേര് ഉമ്മൻചാണ്ടി കേരളം ഭരിച്ചപ്പോഴും കേരളത്തിൽ തന്നെയായിരുന്നു. അല്ല, 2000 പിണറായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ കയറി വന്നതല്ല. ചോദ്യം പറഞ്ഞോട്ട് പറഞ്ഞത്. 2, വിദ്യാഭ്യാസ മേഖലയിൽ ഇന്നിപ്പോ ഒരു കാര്യം പറഞ്ഞു. വിദ്യാഭ്യാസം നമ്മളെ സ്കൂളുകളെല്ലാം ഹൈടെക് നിലവാരത്തിൽ പറഞ്ഞു. രാജ്യത്തിന് നമ്പർ 1 ഹൈടെക് നിലവാരമുള്ള ഹൈസ്കൂൾ വിദ്യാഭ്യാസമുള്ള ഏക സംസ്ഥാനം കേരളമാണ്. തർക്കമുണ്ടാ? ഇല്ല. ആ സമയത്ത് ഒന്ന് ആലോചിക്കണം. 2015 കാലയളവില് പാഠകപുസ്തകമില്ലാതെ ഇവിടെ നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്ത് പഠിച്ചിട്ടുണ്ട്. ആ കേരളത്തിലാണ് വിദ്യാഭ്യാസ ഉയർന്നത്. ചോദ്യമല്ല, പറയാനുള്ള കാര്യം പറഞ്ഞിട്ടേ. ഇല്ല, അടുത്തയാളേക്ക് ചോദിക്കൂ. നിങ്ങൾ ചോദിക്കൂ. പ്രസംഗം നടത്താനല്ല, ഇത്രയും കേട്ടോണ്ടിരുന്ന ചോദ്യത്തിലേക്ക് വാ. ചോദിക്കാനുണ്ടോ? ചോദിക്ക്. പ്രസംഗം വേണ്ട, ചോദ്യത്തിലേക്ക് വാ. മറുപടിയാണ് പറഞ്ഞത്. ഇരിക്കെ. പ്രസംഗം വേണ്ട, ചോദ്യത്തിലേക്ക് വാ. പിന്നെ നിങ്ങൾ ചോദ്യമുണ്ടോ? അവര് ഞങ്ങൾ ക്ഷണിച്ച് വന്ന 3 മുന്നണികളുടെ പ്രതിനിധികളാണ്. നിങ്ങൾക്ക് പ്രസംഗിക്കാൻ അവസരമില്ല. ചോദിക്കാം. പറഞ്ഞിട്ടേ പോവുള്ളൂ. അങ്ങനെ പറയാൻ സമ്മതിക്കില്ല. നിങ്ങൾ ചോദിക്കാനുണ്ടോ? ആ മൈക്കിങ് തന്നെ, മൈക്ക്. അല്ല, ഒരു മിനിറ്റ്. ചോദ്യം പ്രസംഗമല്ല, നിങ്ങൾ ചോദിക്കും. അടുത്ത ചോദ്യം. പ്രസംഗിക്കാനല്ല ഇത്, ചോദ്യം ചോദിക്കാനാണ്. അടുത്ത ചോദ്യം ചോദിക്കൂ. അടുത്ത ചോദ്യം. അല്ല, പ്ലീസ്. ഇല്ല. അല്ല, അതെ, പ്രസംഗത്തിന് അവസരം ഇല്ല. അതൊന്നും പറ്റില്ല. പ്രസംഗത്തിന് ചോദ്യം ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ഇല്ല. പ്രസംഗിക്കാൻ അവസരമില്ല. ചോദ്യം ചോദിക്കാം. ഓൺലി ക്വസ്റ്റ്യൻസ്. നോ പ്രസംഗം. അതൊക്കെ ഞങ്ങൾ പ്രസംഗം വേണ്ട. മാറിയിരിക്കാം. മാറൂ പ്ലീസ്. പോയിരിക്കെ. നിങ്ങൾ ഇരിക്കെ. ചോദ്യം ചോദിക്കാം. ഞാൻ ആങ്കറാണ്. ചോദിക്കാം. എല്ലാവരും പ്രസംഗിച്ചു കഴിഞ്ഞാൽ ജനസഭയിൽ എന്തായാലും ആറ്റിങ്ങൽ ജനസഭയിലെ ഇപ്പൊ നടക്കുന്നതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. ജനങ്ങൾ വിലയിരുത്തട്ടെ. ജനസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരമാണ്. അല്ലാതെ എല്ലാവരും കയറി പ്രസംഗിച്ച അതിനെ സമയത്ത് പ്രസംഗിക്കാനുള്ള അവസരമല്ല, ചോദിക്കാനുള്ള അവസരം മാത്രമേ ഉള്ളൂ. ഓൺലി ക്വസ്റ്റ്യൻ. ആരാണെങ്കിലും ചോദ്യം ചോദിക്കാനേ കൊടുക്കാം.
ചോദ്യം പ്രസംഗം പറ്റില്ല. നിങ്ങൾ പോയി സീറ്റിലിരിക്കെ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ചോദ്യത്തിന് അനുമതി നൽകും. എനിക്ക് വാശി പിടിക്കണം, ഞാൻ ആങ്കറാണ്. ഞാൻ അവിടെ പോയിരിക്കെ ചോദിക്കാനുള്ള അവസരം കൊടുക്കും, പ്രസംഗത്തിനുള്ള അവസരം കൊടുക്കില്ല. ചോദിക്കാം. യെസ് നിങ്ങൾ ഇരിക്കെ ചോദിക്കാനുള്ള അവസരം കൊടുക്കാമെന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു. പക്ഷേ പ്രസംഗിക്കാൻ അവസരം കൊടുക്കില്ല. ഇങ്ങനെ എല്ലാവരും പ്രസംഗിച്ചാൽ പിന്നെ ഇവരെന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഈ 3 പേരെന്തിനാ ഇവിടെ നിൽക്കുന്നത്? അതുകൊണ്ട് ചോദ്യം ചോദിക്കാം. കം ടു ദ ക്വസ്റ്റ്യൻ പ്ലീസ്. യു കൻ ആസ്ക്. ഇതാ ചോദ്യം മാത്രം പ്ലീസ്. ആരോടാണ് ചോദ്യം? യെസ് സാർ, ഇതിപ്പം ഞാൻ പറഞ്ഞ പ്രസംഗമായി പോകുമെന്ന് പറഞ്ഞു. വികസനം പറയുമ്പോൾ ഇവിടെ വികസന വിരോധികളാണ്. ക്വസ്റ്റ്യന് മുമ്പ് ഒരൊറ്റ പോയിന്റ് കൂടി. ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി സംസാരിച്ച പുള്ളി ഒരു വാക്ക് പറഞ്ഞായിരുന്നു. ഇപ്പം മോദി സർക്കാരിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ എന്നൊരു വാക്ക് പറഞ്ഞായിരുന്നു. അതിന് ഉദാഹരണമുള്ളത് ഇല്ല കാണുന്ന പോസ്റ്റർ, താങ്കളുടെ ബാക്കിൽ നിൽക്കുന്ന മോദിയുടെ വലിയ പിക്ക്. ഇനി പോയിന്റിലേക്ക് വരാം, ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ നാട്ടില് സ്കൂളുകളായോ സ്കൂൾ ബിൽഡിംഗ് ആയോ അല്ലെങ്കിൽ ആശുപത്രികളായോ എന്തെങ്കിലും വികസന പ്രവർത്തനം നിങ്ങളുടെ MP ചെയ്തിട്ടുണ്ടോ? അത് ഒന്ന് ചേട്ടനോട്. ഇനി ചേട്ടനോട് ഒരു ചോദ്യം കൂടാ. എനിക്ക് 1600 പെൻഷൻ കിട്ടുന്നത്, അതിൽ 300 രൂപ കിട്ടാറില്ല. 300 രൂപ നിങ്ങൾ തരുന്നത്, 1300 കേരള സർക്കാർ. ചേട്ടാ അതൊരു നിങ്ങളൊരു 1300 ആക്കി 2600 തരാൻ പറ്റുമോ ഈ വികലാംഗർക്കെങ്കിലും? ഓക്കെ മറുപടി ആദ്യം അഡ്വക്കേറ്റ് തേക്കടാ നിൽക്കുമോ? യെസ് പ്ലീസ്. ഹലോ, ഈ എന്നോട് ചോദിച്ച ചോദ്യം MP സ്കൂളുകൾക്കോ ഇല്ലെങ്കിൽ എന്തെങ്കിലും സ്കൂളുകൾക്ക് എന്തെങ്കിലും ഫണ്ട്, ആശുപത്രികൾക്കോ എന്തെങ്കിലും ഫണ്ട് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഇവിടെ 2012 തറക്കല്ലിട്ട നാവായിക്കുളത്ത് ESI ആശുപത്രിയുണ്ട്. ESI ആശുപത്രി ഇവിടുന്ന് കുറച്ച് ദൂരം പോയാൽ മതി. അടൂർ പ്രകാശ് MP 10 വർഷം അത് തെറ്റായ മെസ്സേജാണ്. 10 വർഷം തറക്കല്ലിട്ടതിന് ശേഷം MP 5 കോടി 2 ലക്ഷം രൂപ മുതൽ മുടക്കി അതിന്റെ പണി പൂർത്തിയാക്കി. ശ്രദ്ധിച്ചോളണം, കേൾക്കണം. അടൂർ പ്രകാശ് MP ഇതുവരെ ഇതിനു മുമ്പിലുള്ള ഒരു MP-മാർ ഇവിടെ ചെയ്യുന്ന വികസന പ്രവർത്തനത്തെക്കാൾ ഒരു MP-യുടെ സാന്നിധ്യം ഞാൻ ഓരോന്നും പറഞ്ഞു തരാം. ISRO ഭൂമി നഷ്ടപ്പെട്ടവർക്ക് 69 രൂപ MP വാങ്ങിക്കൊടുത്തു. ആറ്റിങ്ങൽ ബൈപ്പാസ് നമ്മുടെ കണ്ണിന് മുന്നിലൂടെ 795 കോടി രൂപ. നിങ്ങൾ ഓർമ്മിക്കണം, മുതലപ്പുഴ ഫിഷിംഗ് ഹാർബറിൽ മെനങ്ങാന്ന് ഇരുട്ട് മാറ്റാൻ ഹൈമാസ് ലൈറ്റ്. കോവിഡ് പ്രതിസന്ധി കാലഘട്ടത്തിൽ ആറ്റിങ്ങൽ കെയറിലൂടെ 2 സ്പെഷ്യൽ ഫ്ലൈറ്റ് അടക്കം ആയിരക്കണക്കിന് ആളുകളെ നാട്ടിലെത്തിച്ചു. വർക്കല പോസ്റ്റ് ഓഫീസിന് 1 കോടി 2 ലക്ഷം രൂപയുടെ കെട്ടിടം. വർക്കല ടൂറിസം സർക്യൂട്ട് പദ്ധതിക്ക് 66 കോടി 43 ലക്ഷം. ഈ നാട്ടിലെ പാർലമെന്റ് അംഗം ഇത് സമ്പത്ത് ചെയ്തിട്ടില്ല, ഇത് വർക്കല രാധാകൃഷ്ണൻ ചെയ്തിട്ടില്ല, ഇത് സുശീല ഗോപാലൻ ചെയ്തിട്ടില്ല, ഒരു പാർലമെന്റ് അംഗവും ചെയ്തിട്ടില്ല. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വർക്കല ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷൻ കേൾക്കണോ? PMGSY പദ്ധതിയിൽ 32 കോടി 42 ലക്ഷം രൂപ. ആ 7 റോഡുകളുടെ പേര് വേണമെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞു തരാം. സമയമില്ല. ഞാൻ റോഡിന്റെ പേര് പറയട്ടെ, ഞാൻ പറഞ്ഞുതരാം. ഇവിടെ വെള്ളനാട് ബ്ലോക്കിൽ ചെട്ടിയാമ്പാറ അരുവിയോട് റോഡ് 3 കോടി 97 ലക്ഷം. തച്ചങ്കോട് വലിയവിള റോഡ് 8 കോടി 29 ലക്ഷം. ഇത് റെയിൽവേ മേൽപ്പാലങ്ങൾ. ഈ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ ചിറയൻകീഴ് മുരുക്കുമ്പുഴ റെയിൽവേ മേൽപ്പാലം അതിന്റെ അനുമതി കിട്ടിക്കഴിഞ്ഞു. ഇവിടെ വർക്കല ഇടവ റെയിൽവേ മേൽപ്പാലം, ഇടവ കാപ്പിൽ റെയിൽവേ മേൽപ്പാലം, കണിയാപുരം മുരുക്കുമ്പുഴ റെയിൽവേ മേൽപ്പാലം ഇവിടെ മുമ്പ് ഉണ്ടായിരുന്നു. ഇവിടെ മുമ്പ് MP-മാരുണ്ടായിരുന്നു. ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം ഇത്രത്തോളം വികസന കാര്യങ്ങളിൽ ഒരു സാമാന്യ പുരുഷനായി യാതൊരു ജാടകളും ഇല്ലാതെ ഈ ആറ്റിങ്ങൽ നിങ്ങൾ, അതുകൊണ്ടാണ് LDF-കാരും BJP-കാരും അടൂർ പ്രകാശിനെതിരെ സംയുക്തമായി ഒരു ആക്രമണം. ഇത് ഇവിടെ ചെലവാവില്ല. 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അടൂർ പ്രകാശ് പാർലമെന്റിൽ പോകുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട. ഒരു മിനിറ്റ്, ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാൻ പറ്റുമോ? അവസാനം പറഞ്ഞൊരു പോയിന്റ്, 1 ലക്ഷം വോട്ട് കിട്ടിയാൽ പാർലമെന്റിൽ പോകില്ല.
അപ്പൊ ഒന്ന് ക്ലിയർ ചെയ്യുക. ശരി. ഭൂരിപക്ഷം ഓക്കേ, ശരി ശരി. ഭൂരിപക്ഷം, ഭൂരിപക്ഷം. ഓക്കേ, അപ്പൊ ഓക്കേ. ഇതിനകത്ത് ഒരു കാര്യം സൂചിപ്പിക്കാം. ഈ കോൺഗ്രസിന്റെ പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ പച്ചക്കള്ളമാണ് പ്രചരിപ്പിക്കുന്നത്. കാരണം ഈ പറഞ്ഞ ശിവഗിരി സർക്യൂട്ട് ആയാലും ഈ പറഞ്ഞ നാവായിക്കുളം ESI ഹോസ്പിറ്റലായാലും ഇതൊക്കെ കഴിഞ്ഞ 2014 മുന്നേ തന്നെ പ്രോജക്റ്റുകൾ അവിടെ കെട്ടിക്കിടന്നിട്ട് 2014 ശേഷം വന്ന നരേന്ദ്രമോദിയുടെ സർക്കാരിൻ്റെ ഇടപെടലും അതിനുവേണ്ടിയും ഏറ്റവും കൂടുതൽ ഇടപെട്ടത് ശ്രീമാൻ നമ്മുടെ വി മുരളീധരനാണ്. നിങ്ങൾക്ക് തെളിവുകൾ ഉൾപ്പെടെ തരാം. കാരണം ഞാൻ പറഞ്ഞുതരാം, കഴിഞ്ഞ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനുകൾ 11 റെയിൽവേ സ്റ്റേഷനുകൾ ബാലരാമപുരം മുതൽ കാപ്പിൽ വരെയുള്ള റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രമന്ത്രി ശ്രീമാൻ വി മുരളീധരനും ഈ കേരളത്തിലെ റെയിൽവേ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒരു വലിയ മീറ്റിംഗ് നടന്നു, ഒരു വലിയ ചർച്ച നടന്നു. നമ്മുടെ റെയിൽ ജനസഭ എന്നൊരു പരിപാടി നടന്നു. അവിടെ എല്ലാ റെയിൽവേ സഭകളിലും പങ്കെടുക്കുകയും 1614 പരാതികളാണ്. നേരത്തെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി സൂചിപ്പിച്ചു, പല ആൾക്കാരും ഓരോ റെയിൽവേ സ്റ്റേഷനുകളിലും അവരുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ രാജ്യത്ത് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുപാട് നിവേദനങ്ങൾ കൊടുത്തതിൻ്റെ കൂടെ ഈ പറഞ്ഞ പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുതയാണ്. നിങ്ങൾ നോക്കുക, ഇത് കേന്ദ്ര റെയിൽവേ മിനിസ്റ്ററുടെ ഇന്നത്തെ 9-ാം തീയതി വന്ന റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഏറ്റവും വലിയ യാത്രാക്ലാശം, അതായത് കോവിഡിന് മുമ്പേ കടയ്ക്കാവൂരുണ്ടായിരുന്ന ഗുരുവായൂർ എക്സ്പ്രസ്, ആ ഗുരുവായൂർ എക്സ്പ്രസിന് ഒരു സ്റ്റോപ്പ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കാലം അത്രയും ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ MP ഇവിടെ ഉള്ള സമയത്ത്, ബഹുമാനപ്പെട്ട MP ഉണ്ടായിരുന്ന സമയത്ത് പരിഹരിക്കാൻ പറ്റാത്ത കാര്യമാണ്. നാളെ രാത്രി 12 മണിക്ക് രാജ്യത്തെ പ്രധാനമന്ത്രിയും രാജ്യത്തെ റെയിൽവേ മിനിസ്റ്ററും ഈ കേരളത്തിൽ നിന്ന് നമ്മുടെ പാർലമെന്റിനായി മത്സരിക്കുന്ന കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരനും ചേർന്നുകൊണ്ട് അത് ഔപചാരികമായി ആ ട്രെയിനിന് സ്റ്റോപ്പ് അനുവദിക്കുന്ന ഫ്ലാഗ് ഓഫ് പരിപാടി നാളെ നടക്കുക. ഒന്ന്. രണ്ടാമത്തത് കാപ്പിൽ റെയിൽവേ സ്റ്റേഷൻ. കാപ്പിലെ വികസനവുമായി ബന്ധപ്പെട്ട് അവിടെ ഞങ്ങൾ പോയതാണ്. അവിടുത്തെ ജനങ്ങൾ കൊണ്ടുവന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസിന് സ്റ്റോപ്പില്ല. അത് മറ്റന്നാൾ വൈകുന്നേരം 4 മണിക്ക് അത് സ്റ്റോപ്പ് അനുവദിച്ചുള്ള പരിപാടി നടക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചത് ഇവിടെയൊക്കെ വികസനങ്ങൾ നടക്കുന്നത് ബഹുമാനപ്പെട്ട MP-യുടെ ഇടപെടലല്ല, ശ്രീമാൻ വി മുരളീധരന് കിട്ടുന്ന നിവേദനങ്ങളും ഇടപെടലുകളാണ് ഇതിന്റെ പിന്നിലെന്ന് ഞങ്ങൾക്ക് അസന്നിഗ്ധമായി പറയാൻ കഴിയും. ഒരു തർക്കവും. ഒരു കാര്യം ഞാനൊന്ന് സൂചിപ്പിച്ചോട്ടെ. ഇവിടെ റെയിൽവേ വികസനത്തെ സംബന്ധിച്ച് വാദോരാതെ സംസാരിക്കുമ്പോൾ അതിൻ്റെ ശരി എന്താണെന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ആറ്റിങ്ങലിലെ പ്രബുദ്ധ ജനത അറിഞ്ഞു പോകണം. ഈ ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിലെ റെയിൽവേ വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായി തീരേണ്ടുന്ന നേമം റെയിൽവേ ടെർമിനൽ ഈ മണ്ഡലത്തിലാണ്. ബഹുമാനപ്പെട്ട MP അത് അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. ആ നേമം റെയിൽവേ ടെർമിനൽ ഇന്നിപ്പോൾ ഒഴിവാക്കിയിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ്. ആ നേമം ടെർമിനൽ ഉപേക്ഷിച്ച കാര്യം ബഹുമാനപ്പെട്ട ഈ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന അടൂർ പ്രകാശ് MP അറിഞ്ഞിട്ടില്ല. കാരണം ജോൺ ബ്രിട്ടാസ് MP ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഈ പദ്ധതി ഞങ്ങൾ ഒഴിവാക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഉത്തരവാദിത്വം കൂടെ ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി ഏറ്റെടുക്കണം എന്നുകൂടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നേമത്തെ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ വിഷയമാണ്. നേമം റെയിൽവേ ടെർമിനൽ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലാണെന്നുള്ള കാര്യം എന്റെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സുഹൃത്തിന് അറിയാമോ? അത് ഒഴിവാക്കപ്പെട്ട കാര്യം അറിയാമോ? ബഹുമാനപ്പെട്ട ജോൺ ബ്രിട്ടാസ് MP-ക്ക് രാജ്യസഭയിൽ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി റെയിൽവേ മന്ത്രി മറുപടിയായി അത് നൽകിയിട്ടുണ്ട്, രേഖാമൂലം നൽകിയിട്ടുണ്ട്. റെയിൽവേ ടെർമിനൽ ആറ്റിങ്ങൽ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഒരുപക്ഷെ ഇന്നിപ്പോൾ വിഴിഞ്ഞം തുറമുഖം അടക്കം വരുന്ന സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വികസന നാഴികക്കല്ലായി മാറേണ്ടുന്ന നേമം റെയിൽവേ ടെർമിനൽ ഈ രണ്ടുപേരുടെയും അനാസ്ഥ കൊണ്ട് BJP ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥത കൊണ്ട് പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടിരിക്കണം. തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത്. നേമം റെയിൽവേ ടെർമിനലും കൊച്ചുവേളി റെയിൽവേ ടെർമിനലും പേര് മാറ്റി തിരുവനന്തപുരം സൗത്തും തിരുവനന്തപുരം നോർത്തുമായി പേര് മാറ്റി. എന്തായാലും ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും അത് ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണെന്നുള്ള കാര്യം ഉത്തരേന്ത്യയിൽ നിന്ന് തിരുവനന്തപുരം ആളുകൾ കൊച്ചുവേളി ബഹുമാനപ്പെട്ട ആറ്റിങ്ങൽ MP ആ കാര്യം അറിഞ്ഞിട്ടില്ല. തിരുവനന്തപുരം നോർത്തായും ഇത് പേര് മാറ്റിയതാണ്. ഇതെല്ലാവർക്കും അറിയാം. ഇല്ല ഇനി കൂടുതൽ ചർച്ച വേണ്ട പ്ലീസ്. അടുത്ത ചോദ്യം. ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഉത്തരം കൊടുത്തില്ല. ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. വിവരാവകാശ പ്രകാരം ഏതൊരു കാര്യവും ഇന്ന് നമുക്ക് വിരൽ തുമ്പിലൂടെ അറിയാൻ സാധിക്കുന്ന കാലഘട്ടമാണ്.
നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിഷയത്തെ സംബന്ധിച്ച് ആറ്റിങ്ങൽ MP അടൂർ പ്രകാശ് ഒരു കാര്യവും ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിച്ചിട്ടില്ല. ആകെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് ജോൺ ബ്രിട്ടാസ് MP മാത്രമാണ്. തർക്കമറ്റ വിഷയമാണ്. ആർക്ക് വേണോ പരിശോധിക്കാം. പൊതുപ്രവർത്തന രംഗത്ത് വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ആറ്റിങ്ങലിലെ ജനസാമാന്യത്തിന് മുന്നിൽ ഞാൻ പറയുകയാണ്, ഈ ചോദ്യം ചോദിച്ചതും അതിന് മറുപടി ലഭ്യമായതും ജോൺ ബ്രിട്ടാസ് MP ചോദിച്ചതിന്റെ ചോദ്യത്തിന്റെ ഭാഗമായിട്ടാണ്. ഓക്കെ രതീഷേ, കേന്ദ്ര വീതം കൂട്ടുപോകുന്നതാണ് ചോദ്യം. തീർച്ചയായും അദ്ദേഹം സൂചിപ്പിച്ചത് 1600 രൂപ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ 1300 ഞങ്ങളുടെ സർക്കാർ, അതായത് മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ശ്രീ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാർ കൊടുക്കുന്നു. കഴിഞ്ഞ എത്ര മാസമായി കൈ കിട്ടിയിട്ട് എന്നുള്ളതും കൂടെ സ്വയം ആത്മപരിശോധന നടത്തണം. രണ്ടാമത് 300 രൂപ കിട്ടുന്നത് നിങ്ങൾ കൂട്ടുമോ എന്നുള്ളതാണ്. തീർച്ചയായും നിങ്ങൾ നോക്കൂ, ഇവിടുത്തെ ഗ്രാമീണ തൊഴിലുറപ്പ് മേഖല, ആ ഗ്രാമീണ തൊഴിലുറപ്പ് മേഖലയിൽ നരേന്ദ്രമോദിയുടെ സർക്കാർ വരുന്നതിന് മുമ്പും സർക്കാർ വന്നതിന് ശേഷവുമുള്ള തൊഴിലുറപ്പ് മേഖലയിലെ ദിവസക്കൂലി എത്രയാണ് വർദ്ധിപ്പിച്ചത് നോക്കുക. തീർച്ചയായും അതിനുള്ള വർധനവ് തീർച്ചയായും ഉണ്ടാകും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ലൈഫ് പാർപ്പിട പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ കേരളത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ പല പദ്ധതികളെയും പേരുമാറ്റിയാണ് നിങ്ങളത് ഉപയോഗപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞു തരാം, തെളിവുകൾ പറഞ്ഞ് നിങ്ങളെ ചോദിച്ചാൽ മറുപടി പറയണം. ഞാനൊന്ന് പറഞ്ഞോട്ടെ. രാജ്യത്തെ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ ആവാസ് യോജന പദ്ധതി പ്രകാരം കേരളത്തിൽ മാത്രം 1,55,00,000 രൂപ വീടുകളുടെ പ്രവർത്തനത്തിന് വേണ്ടി, നിർമ്മാണത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ അനുവദിച്ചതാണ്. ആ പദ്ധതി ഗ്രാമീണ മേഖലയിൽ എത്തുമ്പോൾ ആ പദ്ധതിയുടെ പേര് മാറുന്നു എന്നുള്ള വസ്തുതയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ ഇവിടുത്തെ ജനപ്രതിനിധികളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മനസ്സിലാവും. ജനാധിപത്യത്തിന്റെ ഉത്സവമാണ് തെരഞ്ഞെടുപ്പ്. ആറ്റിങ്ങൽ പ്രചരണ ചൂടിലാണ്. ഈ ജനസഭയിലെ ഏക വനിതാ സാന്നിധ്യം. അവർക്ക് ചോദിക്കാനുണ്ട്. ആരോടാണ് ചോദിക്കാനുള്ളത്? പെട്ടെന്ന് ചോദിക്കുക. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സിന്ധു, വക്കത്ത് നിന്നാണ് വരുന്നത്. ഇവിടെ കുറേ സമയമായിട്ട് വികസനത്തെക്കുറിച്ച് മാറി മാറി സംസാരിക്കുന്നുണ്ട്. എനിക്ക് ചോദിക്കാനുള്ള 1-2 ചോദ്യങ്ങൾ. സിദ്ധാർത്ഥിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പാവപ്പെട്ടവൻ ഒരിക്കലും ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കാൻ പാടില്ല എന്നാണ് തോന്നുന്നത്. ആ തരത്തിലുള്ള ഒരു മറുപടിയാണ് ഇവിടെ നിന്ന് ലഭ്യമായത്. അതായത് CPM കോൺഗ്രസിനെയും കോൺഗ്രസ് CPMനെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതവിടെ നിൽക്കട്ടെ. ഈ വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ തീരപ്രദേശങ്ങളിലെ ഏക വരുമാന മാർഗമായിരുന്നു കയർ മേഖല. ഈ കയർ മേഖല മാറി മാറി ഭരിച്ച് ഇന്ന് ശൂന്യതയിലെത്തി. അതായത് ഒരിടത്ത് പോലും കയർ വിരിക്കുന്ന ഒരു സംവിധാനം ഇല്ല. ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇനി നേരത്തെ ഇവിടെ പ്രതിപാദിച്ചു പ്രധാനമന്ത്രിയുടെ ഭവന നിർമ്മാണ പദ്ധതി. ഞാനും ഒരു ജനപ്രതിനിധിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കറിയാം എത്രത്തോളമാണ് ഇത് ഗ്രാമപ്രദേശങ്ങളിൽ എത്തുന്നതെന്ന്. അതെ, ചോദ്യത്തിലേക്കാണ് വരുന്നത്. ചോദ്യത്തിലേക്ക് വരണമെങ്കിൽ ഇവിടെ ഇത് സംസാരിക്കാതെ നിവൃത്തിയില്ല. ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്. അതായത് കേന്ദ്ര സർക്കാർ കോടിക്കണക്കിന് രൂപ മാറ്റിവെക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ജനറൽ വിഭാഗത്തിന് 2 ലക്ഷം രൂപയും SC വിഭാഗത്തിന് 2.5 ലക്ഷം രൂപയും ST വിഭാഗത്തിന് 3 ലക്ഷം രൂപയും മാറ്റിവെക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട കേരള സർക്കാർ എത്ര പേർക്ക് ഇത് ലഭ്യമാക്കിയിട്ടുണ്ട്? ഇത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇവിടെ ലൈസൻസിന് വേണ്ടിയിട്ട്, അതായത് ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ട് ഒരു എന്താ പറയാ, മാന്യതയില്ലാത്ത എന്ന് വേണമെങ്കിൽ പറയാം, അമിതമായ ഫീസാണ് ഈടാക്കുന്നത്. എന്നാൽ ഒരു വ്യക്തി ഡ്രൈവിംഗ് പാസ്സായാൽ ആ വ്യക്തിക്ക് ഒരു എന്താ പറയാ, ആളുടെ ലൈസൻസ് കൊടുക്കാൻ പേപ്പറില്ല അല്ലെങ്കിൽ കാർഡില്ല എന്ന് പറയുന്ന ഈ സർക്കാരിനോട് എന്താ പറയാനുള്ള, എന്താണ് നിങ്ങൾക്ക് അതിനുള്ള മറുപടി? ഇനി ഒരു ചോദ്യം കൂടി. ചോദ്യങ്ങളുടെ എണ്ണം കൂടി കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഇല്ല, 3 ക്വസ്റ്റ്യനേ ഉള്ളൂ സർ. അതായത് ഒരേ ഒരു ക്വസ്റ്റ്യൻ കൂടി. SSLC പരീക്ഷ നമ്മളിപ്പോ കണ്ടതാണ്. നാളിതുവരെ കണ്ടിട്ടില്ലാത്ത, അതായത് പേപ്പറിന് പൈസയില്ല എന്ന് പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ നാണം കെട്ട ഈ ഒരു സർക്കാർ അല്ലെങ്കിൽ ഈ ഭരണ സംവിധാനത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഹൈമാസ് ലൈറ്റിന് വേണ്ടി 3 ലക്ഷവും 4 ലക്ഷവും 5 ലക്ഷവും പിന്നെ അതുപോലെ തന്നെ വെയിറ്റിംഗ് ഷെഡുകൾക്ക് വേണ്ടി 10 ലക്ഷവും ചിലവഴിക്കുമ്പോൾ ഈ പാവപ്പെട്ടവന്റെ ഒരു പാർപ്പിടത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അഡ്വക്കേറ്റ് സുരേഷ് കുമാർ,
അല്ല, ആറ്റിങ്ങൽ മണ്ഡലം അത് കയർ മേഖല പ്രതിസന്ധിയിലാണോ? തീർച്ചയായും പരമ്പരാഗത വ്യവസായ മേഖല ഒട്ടേറെ പ്രതിസന്ധികൾ, അത് കയറായിരുന്നാലും ശരി, കൈത്തറി ആയിരുന്നാലും ശരി, ഒട്ടേറെ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മേഖലകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മാത്രമാണ് എന്നുള്ളതാണ് വസ്തുത. ഈ പറഞ്ഞ സഹോദരിക്ക് പറയാൻ കഴിയണം ഈ മേഖലയിൽ കേന്ദ്ര ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു. ഒരുപക്ഷെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ടുന്ന പരമ്പരാഗത വ്യവസായ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കയർ മേഖലയിൽ ഇവിടെ നിന്ന് തന്നെ സൂചിപ്പിക്കപ്പെട്ടു. ഇന്നിപ്പോൾ തൊഴിലുറപ്പുമായി മെർജ് ചെയ്തുകൊണ്ട്, തൊഴിലുറപ്പുമായി സംയോജിപ്പിച്ചുകൊണ്ട് എത്രയെങ്കിലും പദ്ധതികൾ, നമ്മുടെ ഭൂ സംരക്ഷണം അടക്കമുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ്. എന്തിനാണ് നമ്മൾ കണ്ണടച്ചിരുട്ടാക്കുന്നത്? ഇത്തരം വികസന, ഞാൻ നേരത്തെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് വന്നതാണല്ലോ. ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു ഘട്ടത്തിൽ കേരളത്തിൽ UDF സർക്കാർ ഭരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ നടത്തുന്ന ഒരു ഭവന പദ്ധതിയെ സംബന്ധിച്ച് പറയണമെന്ന് നിയമസഭയിൽ രേഖാമൂലം ചോദ്യം ഉന്നയിച്ചപ്പോൾ അന്നത്തെ ഭവന വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ MK മുനീർ പറഞ്ഞു, ഞങ്ങൾ സ്വതന്ത്രമായി ഒരു ഭവന പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല. ആ സ്ഥാനത്താണ് ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ലൈഫ് ഭവന പദ്ധതിയിലൂടെ നിരാലംബരായിട്ടുള്ള കയറിക്കിടക്കാൻ ഇടമില്ലാത്ത ലക്ഷോപലക്ഷം വരുന്ന പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുത്തിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സഹോദരി പറഞ്ഞത് ജനപ്രതിനിധിയാണെന്നാണ്. ജനപ്രതിനിധിയാണെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ലൈഫ് ഭവന പദ്ധതിയെ സംബന്ധിച്ച്, കോളനി സമഗ്ര വികസനത്തെ സംബന്ധിച്ച്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പദ്ധതികളെ സംബന്ധിച്ച് കൃത്യമായ അറിവുള്ളയാളാണ്. അത് ബോധപൂർവം മറക്കുകയാണ്, അല്ലെങ്കിൽ മറന്നു പോവുകയാണ്. ഇത് ശരിയല്ല. നമ്മളിപ്പോൾ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം കേരളത്തിൽ സംജാതമായി കൊണ്ടിരിക്കുന്ന ഒരു മലീമസമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ന് 9 മണിയോടടുക്കുന്ന സന്ദർഭത്തിൽ എത്ര കോൺഗ്രസ് നേതാക്കന്മാർ ദേശീയ തലത്തിൽ കേരളത്തിൽ BJP-യിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ കണക്കെടുപ്പ് വരാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. നമുക്കറിയാമല്ലോ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ 4 UDF-ൻ്റെ മുഖ്യമന്ത്രിമാരാണ്, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരാണ് ഉണ്ടായിരുന്നത്. ഒന്ന് R. ശങ്കർ, മറ്റൊന്ന് K. കരുണാകരൻ, പിന്നീട് AK ആൻ്റണി, അത് കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി. ഇതിൽ 3 മുഖ്യമന്ത്രിമാരുടെയും മക്കൾ ഇന്ന് BJP പാളയത്തിലാണ്. ശ്രീ മോഹൻ ശങ്കർ, പത്മജ, അതുപോലെ തന്നെ അനിൽ ആൻ്റണി. ഇനി പോകാനുള്ളത് ഉമ്മൻചാണ്ടിയുടെ മകൻ മാത്രമാണ്. അദ്ദേഹം തൽക്കാലം MLA ആയതുകൊണ്ട് മാത്രമാണ് പോവാതെ പടിവാതിൽക്കൽ ഇങ്ങനെ എത്തി നിൽക്കുന്നത്. ഈ മലീമസമായ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടാതിരിക്കാനാണ് അവിടെ അവർ ആക്രമിച്ചു, ഇവർ നുള്ളി, അവർ മാന്തി, ഇവർ പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ ഏറ്റവും ഉന്നതമായ ഒരു തെരഞ്ഞെടുപ്പിനകത്ത് വന്ന് ഇത്രയും മോശപ്പെട്ട നിലയിലുള്ള ചർച്ച സംഘടിപ്പിക്കുന്നത്. ഇന്നത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയം പൊയ്ക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണ്? എവിടെയാണ് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും രാഷ്ട്രീയം എത്തി നിൽക്കുന്നത്? ഇവിടെ സൂചിപ്പിക്കുന്നത് ഏകദേശം 14ഓളം ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാർ, നോർത്ത് ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാർ ഇന്ന് BJP പാളയത്തിലാണ്. 125-ലധികം MP-മാർ ഇന്ന് BJP പാളയത്തിലാണ്. ഇവരെല്ലാം ഒരു കാലഘട്ടത്തിൽ ത്രിവർണ്ണ പതാകയും കൈപ്പത്തി ചിഹ്നത്തിൽ ത്രിവർണ്ണ പതാകയുമായി ഏന്തി നിന്ന് മത്സരിച്ച് ജയിച്ച ആളുകളാണ്. ആ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടാതിരിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊരു കാര്യം ഉറപ്പിക്കാം, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ട്. ഇവിടെ കോൺഗ്രസും LDF-ഉം തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത്. LDF ജയിച്ചാൽ ഇന്ത്യ മുന്നണി തന്നെ ഉണ്ടാകുമെന്നുള്ളത് ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ്. ഇവിടെ കോൺഗ്രസ് ജയിച്ചാൽ ഈ മുന്നണി എന്തിനാണ് സുഹൃത്തെ കോൺഗ്രസ് ജയിച്ചാൽ ആ ഉറപ്പ് നൽകാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനാവുമോ എന്നുള്ളതാണ് എന്റെ ഇവിടെ മാത്രമേ ഉള്ളൂ മത്സരം. ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിലെ മതനിരപേക്ഷത ചോദ്യത്തിന് മറുപടി കൊടുത്തില്ല കേട്ടോ. ചോദ്യത്തിന് മറുപടി കൃത്യമായി കൊടുത്തിട്ടുണ്ട്. SSLC പരീക്ഷാ പേപ്പർ ഇല്ല, അതുപോലെ ഇവിടെ അതിനുള്ള മറുപടി നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. പാഠപുസ്തകമില്ലാതെ SSLC പരീക്ഷ എഴുതിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഓണം നേരത്തെ വന്നതുകൊണ്ടാണ് ഓണപരീക്ഷ നടത്തേണ്ടി വന്നത് എന്ന് പറഞ്ഞൊരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്ന കാലമാണ്. അവിടെ നിന്നെല്ലാം കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് 12 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ സ്വകാര്യ വിദ്യാലയങ്ങൾ ഉപേക്ഷിച്ച് കേരളത്തിലെ സർക്കാർ പള്ളിക്കൂടത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്ന കാലഘട്ടമാണ് കേരളത്തിലെ പിണറായി വിജയന്റെ കാലഘട്ടം. B. ശിവൻകുട്ടി
ആദരണീയനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് നേതൃത്വം നൽകുന്ന കാലഘട്ടം. ഇത് മറന്നുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യരുത്. ഇവിടെ പ്രിയപ്പെട്ട സഹോദരി ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അവിടെ പറയാനുണ്ട്. കയർ മേഖല ഉൾപ്പെടുന്ന പരമ്പരാഗത തൊഴിൽ മേഖലകളിൽ ഉണ്ടായിട്ടുള്ള അപജയത്തെക്കുറിച്ചാണ് ഇവിടെ ചോദിച്ചത്. അപ്പോൾ വളരെ ബുദ്ധിപൂർവ്വം LDFന്റെ പ്രതിയായി വന്ന സുരേഷ് കുമാർ വിഷയത്തിൽ നിന്ന് വിട്ട് BJPയിലേക്ക് പോയ ആളുകളുടെ കഥ, അങ്ങനെ ഒരു ചോദ്യം ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ വിഷയദാരിദ്ര്യം കൊണ്ട് ചർച്ചയുടെ ശ്രദ്ധ തിരിച്ചു വിടുക എന്നൊരു സാമാന്യ തന്ത്രമാണ് അദ്ദേഹം പ്രയോഗിച്ചത്. കേരളത്തിൽ പരമ്പരാഗത തൊഴിൽ മേഖല അത് കയർ മേഖലയായിരുന്നാലും ഞാൻ പറഞ്ഞ കശുവണ്ടി മേഖലയായിരുന്നാലും അത് സംരക്ഷിച്ചത് കള്ളമുണ്ടോ? ഇവിടെ പരസ്പരം പഴിയാരി. ഇപ്പൊ ലൈഫ് പദ്ധതിയുടെ കാര്യം പറഞ്ഞു. ലൈഫ് പദ്ധതി അവർക്ക് കേന്ദ്രം തരുന്നില്ല, സംസ്ഥാന വിഹിതം തരുന്നില്ല. പരസ്പരം പഴിചാരി. കേരളത്തിൽ നമുക്കറിയാം, ഒരു വർഷം ലക്ഷക്കണക്കിന് വീടുകൾ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യം. അല്ല, കയർ മേഖലയിൽ കശുവണ്ടി മേഖലയിൽ പ്രതിസന്ധി ഉണ്ട് എന്ന് പറയുന്നു. ആ പ്രതിസന്ധിക്ക് ആരാണ് ഉത്തരവാദി? കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും. കഴിഞ്ഞ 10 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ്. തെറ്റാണ്. ചോദിക്കട്ടെ, അല്ലല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇവിടെ നിങ്ങൾക്കറിയാം, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഇവിടെ സംസാരിച്ചു. മനോഹരമായ ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട അമ്മമാർക്ക്, സഹോദരിമാർക്ക് നിത്യവരുമാനം ഉണ്ടാക്കിയ ആ പദ്ധതി ഇന്ത്യയിൽ നടപ്പിലാക്കിയത് കോൺഗ്രസിന്റെ ഗവൺമെന്റാണ്. പാവപ്പെട്ട ആളുകൾക്ക് 1,75,000 കോടി രൂപ 2009 ലോക സാമ്പത്തിക മാന്ദ്യം നിലനിൽക്കുമ്പോ ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് എഴുതിത്തള്ളിയത് കോൺഗ്രസിന്റെ ഗവൺമെന്റാണ്. അതിനുശേഷം 2014 ശേഷം പിണറായി കേരളം ഭരിക്കുമ്പോൾ 10 വർഷം നരേന്ദ്രമോദി ഈ 10 വർഷം കൊണ്ടാണോ പരമ്പരാഗത വ്യവസായ മേഖല മറന്നുപോയി തകർന്നത്? ഈ 10 വർഷം കൊണ്ടാണോ? പാവപ്പെട്ട ആളുകളെ മറന്നുപോയി. അവർ അദാനിക്കും അംബാനിക്കും കേരള സദസ്സിലെ പൗരപ്രമുഖന്മാർക്കും പുറകെ പോവുകയാണ്. ഇവിടെ പറഞ്ഞു പൗരപ്രമുഖന്മാർ ആരാ? ഇവിടെ ഓട്ടോ തൊഴിലാളികളെ മുഖ്യമന്ത്രി രാവിലെ കാപ്പു കുടിക്കാൻ വളച്ചിരുത്തിയോ? ഇല്ലല്ലോ. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, അദാനിക്കും തിരുവനന്തപുരം വിമാനത്താവളം അതിന്റെ ഉടമസ്ഥാവകാശം നിങ്ങൾ ഓർമ്മിക്കണം, ഇന്ന് അദാനിക്കാണ്. ഇവിടെ തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ ഇവിടെ LDF പറഞ്ഞു, LDFന്റെ ഒരു നേതാവ് പ്രസംഗിച്ചു, തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ വില എത്ര എന്ന് ചോദിച്ചു. കൊടുക്കാൻ കെൽപ്പുള്ള ഒരു LDF ഗവൺമെന്റ്, ഏതെങ്കിലും LDF ഗവൺമെന്റ് ആ വിൽപ്പന തടയാൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ടോ? ഇവിടെ പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞത് പറഞ്ഞിട്ടേ പോകൂ. അപ്പോ ഇവിടെ ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകളെ, പാവപ്പെട്ട അമ്മമാരെ പട്ടിണി മാറ്റാൻ സഹായിക്കുന്നത് കോൺഗ്രസ് ഗവൺമെന്റ് ആണ്. ഇവിടെ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റും അപ്പൊ മാറ്റുകയാണ്. ഇവിടെ കരുണാകരന്റെ മകൾ പോയിട്ടില്ല, ലീഡറുടെ മകൾ പോയി. അന്ന് ഞങ്ങളുടെ കേരളത്തിൽ നിങ്ങൾ ഓർമ്മിച്ചോ, ഇവിടെ കേരളത്തിൽ 20 പാർലമെന്റ് സ്ഥാനാർത്ഥികളെ UDF പ്രഖ്യാപിച്ചതോടെ LDFും BJPയും സമനില തെറ്റി നടക്കുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആർക്കും ഒരു സംശയ കാര്യത്തിൽ വേണ്ട. അടുത്ത ചോദ്യം. പെട്ടെന്ന് എന്റെ പ്രിയപ്പെട്ട ചേട്ടാ ഒന്ന് മിണ്ടാതിരിക്കെ പ്ലീസ്, പറയട്ടെ, ചോദിക്കട്ടെ, നിങ്ങൾ ബേളം വെക്കാതെ. നമ്മുടെ അരുൺ ചേട്ടൻ ചോദിച്ച കണക്ക് ക്ഷേമ പെൻഷൻ 300-ൽ നിന്ന് 600 ഇരട്ടിയാക്കി കൊടുക്കുമെന്ന് ചോദിച്ചാലോ? അത് തന്നെ, എന്തായാലും അവർ ഇരട്ടിയാക്കും. കാരണം എന്ന് വെച്ചാൽ 50 രൂപ കിടന്ന പെട്രോളിന്റെ വില 100 രൂപയാക്കിയ ടീമാണ്. അതുകൊണ്ട് എന്തായാലും അവർ ഇരട്ടിയാക്കും, അതിൽ യാതൊരു സംശയം. പിന്നെ ചേട്ടൻ്റെ അടുത്താണ്, BJPയുടെ പ്രതിനിധിയുടെ അടുത്താണ് ചോദിക്കാനുള്ളത്. ഈ മണിപ്പൂർ വിഷയം നമ്മുടെ രാജ്യത്ത് ഒരു ജനതയും അംഗീകരിക്കാത്തൊരു വിഷയമാണ് മണിപ്പൂർ. അതിനെക്കുറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കമ എന്നൊരു അക്ഷരം മിണ്ടിയിട്ടുണ്ടോ? എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? അതിനെന്താണ് ഉത്തരം? പിന്നെ ഇവിടെ കോടികളുടെ കണക്ക് ഇവിടെ നിരത്തുന്നുണ്ട്. ഇവിടെ ഓണത്തിന് പോലും 1 കോടി കൊണ്ട് കൊടുത്തതായിട്ട്, അടൂർ പ്രകാശ് കൊടുത്തതായിട്ട് കാണാനില്ല. ജോലി കോടി കൊടുക്കലല്ല. ഉത്തരം അതോ രതീഷ്? മറുപടി വേണ്ടേ? ആളുകളുണ്ട്, മറുപടി വേണ്ടേ? നമ്മുടെ രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് 1-2 കാര്യങ്ങൾ അറിയാൻ വേണ്ടി പ്ലീസ് ഈ പെട്രോളിയം ചോദിച്ചാൽ മറുപടി കേൾക്കാനുള്ള. നമ്മുടെ ഈ പെട്രോളിയം ഉൽപ്പന്നത്തിന് 50 രൂപ കേന്ദ്രം കൊടുക്കുമെന്ന് പറഞ്ഞു, കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു, വലിയ പ്രശ്നങ്ങളാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിൽ സെസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് സംസ്ഥാന സർക്കാർ പിരിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ സെസ് എത്ര രൂപയാണ് പിടിക്കുന്നത്? 2 രൂപ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന ഒരു ശൈലം ഉണ്ടായിരുന്നു. ഈ കേരളത്തിലെ പാവപ്പെട്ടവന് വേണ്ടി ഭരിക്കുന്ന ഒരു സർക്കാരാണല്ലോ കേരളത്തിലുള്ളത്. എൻ്റെ ഒരു ചോദ്യം,
പാവപ്പെട്ടവന് വേണ്ടി നിങ്ങൾ 2 രൂപ പോയിട്ട് 50 പൈസ കേന്ദ്ര സർക്കാർ അധിക നികുതി എടുത്തു മാറ്റിയപ്പോൾ കേരള സർക്കാർ എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? ഒന്ന്. രണ്ടാമത്തെ ചോദ്യം, നേരത്തെ എന്താ ചോദ്യം ക്ലിയർ അല്ലേ? കേന്ദ്ര സർക്കാർ കുറച്ച് സമയത്ത് കേരളത്തിൽ പോലും നിങ്ങൾ 1 രൂപ കുറയ്ക്കാത്ത നിങ്ങളാണ് കേന്ദ്രത്തെ പരിചാരുന്നത്, പാവപ്പെട്ടവരാണ് സർക്കാരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നേരത്തെ നിങ്ങൾ ഇവിടുത്തെ ഒരു ബഹുമാനപ്പെട്ട നമ്മുടെ ഒരു വനിതാ പ്രതിനിധി ചോദിച്ചു കയർ മേഖലയുമായി ബന്ധപ്പെട്ട്. ചിറയൻകീഴ് ആറ്റിങ്ങൽ പാർലമെന്റിലെ ഏറ്റവും വലിയ വിഷയങ്ങളൊന്നാണ് കയർ മേഖല. ആ കയർ മേഖലയുമായി ബന്ധപ്പെട്ട എറണാകുളത്തെ കയർ ബോർഡിന്റെ വികസന പദ്ധതികൾ, അത് ട്രെയിനിങ് മറ്റുള്ള കാര്യങ്ങൾ MSCയുടെ ഡിപ്പാർട്ട്മെന്റുമായി കേന്ദ്ര സർക്കാർ നേരിട്ട് നടത്തുന്ന MSC സെന്ററുകളുണ്ട്. അത്തരത്തിലുള്ള നിരവധി സെന്ററുകളിലൂടെ അതിന്റെ വിപണനവും അതിന്റെ ട്രെയിനിങ്ങും കൊടുക്കുന്ന സർക്കാരായി കേന്ദ്രത്തിന്റെ സർക്കാരുമാകുന്നു. ഒരു കാര്യം കൂടെ ചോദിച്ചു നിർത്താം. മണിപ്പൂരിന്റെ വിഷയം സൂചിപ്പിച്ചു. മണിപ്പൂരിന്റെ വിഷയം ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം എന്താണ് വസ്തുത എന്നുള്ളത്. രാജ്യത്തെ മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനത്ത് അതൊരു വംശീയ കലാപമോ അല്ലെങ്കിൽ 2 രാഷ്ട്രീയ പാർട്ടിക്കാർ തമ്മിലുള്ള വിഷയമോ അല്ല. അത് മതപരം ഒരു സമുദായത്തില് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മൾ പറയാൻ പൂർത്തീകരിക്കുക. അത് മറുപടി പറയണ്ട, അവർക്ക് താല്പര്യമില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന മറുപടി കിട്ടില്ല. മറുപടി പറയാൻ അനുവദിക്കും. നിങ്ങൾ എന്തിനാ ബേളം വെക്കുന്നേ? അദ്ദേഹത്തോടല്ലേ ചോദിച്ചത്, എന്നാ പിന്നെ ചോദിക്കാൻ പാടില്ല. നിങ്ങൾ ചോദിച്ചാൽ ഉത്തരം കിട്ടില്ല. നിങ്ങൾ ചോദിച്ചാൽ അതിനുള്ള മറുപടി പറയാം. അടുത്തൊരു ചോദ്യം ചോദിച്ചത് വിദ്യാഭ്യാസ മേഖലയിലെ കാര്യം ചോദിച്ചു. മണിപ്പൂർ വിഷയം ഞാൻ പറഞ്ഞല്ലോ, അത് രാഷ്ട്രീയമായ വിഷയമല്ല, അവിടുത്തെ മതപരമായ ഉണ്ടാകുന്ന സംഘർഷമാണ്. അതിനെ നമുക്കൊരിക്കലും കൂട്ടിയോജിപ്പിക്കാൻ പറ്റില്ല. രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് സംസാരിക്കുന്നതിൽ ചില കാര്യങ്ങൾക്ക് ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറയുമ്പോൾ തുറന്ന് സംസാരിക്കപ്പെടുന്ന സാഹചര്യമില്ലാത്ത കാര്യങ്ങൾ. നമ്മുടെ സ്കൂളിന്റെ വിഷയം അത് അദ്ദേഹം ബോധപൂർവം പറയാത്തതാണ്. ബോധപൂർവമല്ല, പരിവാര ശക്തികൾ ഒരു വംശത്തെ മുഴുവൻ ഇല്ലാതാക്കുന്നതാണ്. കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരും കേരളത്തിലെ കോൺഗ്രസ്സുകാരും തെറ്റായ പ്രചരണത്തിന്റെ ഭാഗമായി പറയുന്നതാണ്. വസ്തുതകൾ കേരളത്തിലെ മാറ്റങ്ങളുടെ ജനതയ്ക്കറിയാം. 2, സ്കൂളിലെ കുട്ടികൾക്ക്, ഇവിടുത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിലെ കുട്ടികൾക്ക് ഇവിടുത്തെ കഞ്ഞി മാറ്റി ഇവിടുത്തെ സർക്കാർ പറഞ്ഞത് സദ്യ കൊടുക്കുമെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, സദ്യ പോയിട്ട് ഇന്നും കഞ്ഞി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേരളത്തിലെ വിദ്യാഭ്യാസം. അതുകൂടി സൂചിപ്പിക്കാൻ മണിപ്പൂരിലെ വിഷയത്തിനെ സംബന്ധിച്ച് മണിപ്പൂരിലെ വിഷയത്തിനെ സംബന്ധിച്ച് ഇവിടെ നടത്തിയ പരാമർശം, ഈ മണിപ്പൂരിൽ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള വലിയ പോരാട്ടം, അവിടെ നമ്മൾ കാണേണ്ട ഒരു വസ്തുത, ഒരു ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഒരു പ്രത്യേക വിഭാഗത്തിലെ തീവ്രവാദികൾ ഒരിടത്ത് കൊണ്ടുപോയി പ്രതിജ്ഞ ചെയ്യിക്കുകയാണ്. വളരെ ഭീകരമാണ് മണിപ്പൂരിലെ അവസ്ഥ. ഇത് രാജ്യത്തെ ഇതിനേക്കാളും വലിയ ഭയാനക അവസ്ഥയായിരുന്നു UPA ഗവൺമെന്റ് രാജ്യത്ത് ഭരിക്കുമ്പോൾ മണിപ്പൂരും മറ്റുള്ള സംസ്ഥാനങ്ങളിലും. അതിനെക്കുറിച്ച് കോൺഗ്രസ് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഞാനൊന്ന് പറയട്ടെ, എന്റെ 3 പേരും ജ്യേഷ്ഠന്മാരാണ്. ഞാൻ വീട്ടിൽ ഇരുന്ന് ജനൻ TV കാണുമായിരുന്നു. നിങ്ങളുടെ 2 പേരും സംസാരം കേട്ട് എല്ലാവരും ഞങ്ങളെ സഹായിച്ച്. ചോദ്യമല്ല, ഞാനൊരു പറയാം. നിങ്ങൾ 3 പേരും പാർട്ടിക്കാരെല്ലാം സഹായിച്ച്. മുഖ്യമന്ത്രിയെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് വിഷമായിപ്പോയി. അറിയാമെന്നാ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ എൻ്റെ ബന്ധുവാണ്. ആ മുഖ്യമന്ത്രിയെ ഇന്ന് കേരളാമതി പത്രമാണ്, ഞാൻ ദേശാമനി വായിച്ചിട്ട് പറയില്ല, കേരളാമതി പത്രത്തിനകത്ത് എഴുതിയിട്ടുണ്ട്, മുഖ്യമന്ത്രി ചെന്ന് കാണുകയാണ്. ആരെ? സിദ്ധാർത്ഥൻ്റെ അച്ഛൻ. ആ സിദ്ധാർത്ഥൻ്റെ അച്ഛനെ ഞാൻ പറയട്ടെ, പറഞ്ഞു തീരട്ടെ. സിദ്ധാർത്ഥൻ അച്ഛനോട് കൈയും കൂപ്പിയ ആ അപേക്ഷ വാങ്ങിച്ചിട്ട് പറഞ്ഞേ, ഞാൻ ഇന്ന് തന്നെ ഈ തീരുമാനം എടുത്തിരിക്കും. ആ തീരുമാനം കൊടുക്കുകയും ചെയ്ത് എൻ്റെ സത്യമായിട്ട് എൻ്റെ മക്കളെ 2 പേരെ അയച്ച അടുത്ത ആളാണ് തേക്കടയിലുള്ള. ഈ ഫ്ലെക്സ് ബോർഡ് ഇവിടെ വെച്ചില്ലേ, നിങ്ങൾ വോട്ടിന് വേണ്ടിയല്ലേ വെച്ചത്? ഞങ്ങളെ കൊച്ചിനെ കൊന്നിട്ടേ നിങ്ങൾ ഈ ടൗൺ മൊത്തം 35 ബോർഡ് വെച്ചിട്ടുണ്ട്. അത് വിഷമല്ലേ? സിദ്ധാർത്ഥന്റെ അച്ഛനെ സഹായിക്കും കണക്ക് BJP-ക്കാർ ഇവിടെ ബോർഡ് വെച്ചിരിക്കുന്നു. നിങ്ങൾക്ക് നാണമില്ലേ? ശരി, CBI അന്വേഷണം വന്നല്ലോ. മറുപടിയുണ്ട്. ഈ പ്രിയപ്പെട്ട സുഹൃത്ത് സിദ്ധാർത്ഥന്റെ വളരെ ദാരുണമായ കൊലപാതകം, ആ ദാരുണമായ കൊലപാതകം 14-ാം തീയതി സിദ്ധാർത്ഥനെ തട്ടിക്കൊണ്ടുപോയി 18-ാം തീയതി സിദ്ധാർത്ഥൻ മരിക്കുന്നത് വരെ അത് പോലീസ് ആദ്യം എടുത്ത കേസ് എന്താണ്? തൂങ്ങിമരണത്തിന്. അവിടെ നടന്ന സംഭവങ്ങൾ മുഴുവൻ മറച്ചുവെച്ചു. കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും SFIയും CPM ഒഴികെ
അതിനെതിരെ അതിശക്തമായ പ്രതികരണം നടത്തിയത് കൊണ്ട് മാത്രമാണ് ഈ സംഭവം പുറം ലോകം അറിഞ്ഞത്. അതിനനുസരിച്ച് ഇത് ഇലക്ഷന്റെ പീരീഡ് മുഖ്യമന്ത്രി ഇവിടെ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കളും ആ വീട്ടിൽ പോയി. ഞാൻ ചോദിക്കട്ടെ, പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയപ്പോ, പ്രതികളെ മജിസ്ട്രേറ്റിന്റെ മുമ്പ് ഹാജരാക്കിയപ്പോ CPM-ന്റെ മുൻ വയനാട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന ശശീന്ദ്രൻ XMLA പ്രതികളോടൊപ്പം മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ പോയി. നിങ്ങൾ കാണുന്നില്ലേ ഇത്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, കേരളത്തിലെ മാധ്യമങ്ങളോട് നന്ദി പറയണം. ഇതിനു മുമ്പ് അഡ്വക്കേറ്റ് തേക്കട അനിൽകുമാർ, ഞങ്ങളോടാണ് ആദ്യം നന്ദി പറയേണ്ടത്. ഞങ്ങളാണ് ആത്മഹത്യയായി മാറേണ്ട സംഭവം കേരളത്തിൽ ഒരു കൊലപാതകമാണ് എന്ന് പറഞ്ഞ മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സിദ്ധാർത്ഥിന്റെ അതിദാരുണമായ മരണം സംഭവിച്ചു. ആ മരണം സംഭവിക്കുന്ന സമയത്ത് പലരും ഇടതുപക്ഷ പ്രസ്ഥാനത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ചില തിരക്കഥകൾ മെനഞ്ഞു. എന്നാൽ കേരളത്തിന്റെ സമാദരണീയനായ മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് ആ രക്ഷകർത്താക്കൾ ചെന്ന് ഒരു കാര്യമാണ് ആവശ്യപ്പെട്ടത്: ഈ കേസ് CBI ഏൽപ്പിക്കണം. എന്തെങ്കിലും സങ്കോചം. അല്ല അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, അങ്ങനെയാണെങ്കിൽ കേരള പോലീസിൽ ആഭ്യന്തരമന്ത്രിക്ക് വിശ്വാസം ഇല്ലാന്നല്ലേ? അതുകൊണ്ടല്ലേ CBI ഏൽപ്പിച്ചത്? രക്ഷകർത്താക്കളുടെ വേദനയിൽ നിൽക്കുന്ന രക്ഷകർത്താക്കളുടെ താല്പര്യത്തിന് മുന്തിയ പരിഗണന, മുൻതൂക്കം കേരളത്തിന്റെ കേരള പോലീസ് വിശ്വാസമില്ല. ഇവിടെ അരിയൽ ഷുക്കൂർ മരിച്ചു, ഷോയും മരിച്ചു. ഇവിടെ പറഞ്ഞല്ലോ രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ട് ഈ കേസ് CBI. കേരളത്തിന്റെ സമാദരണീയനായ മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെയ്തത് ആ രക്ഷകർത്താക്കളുടെ വികാരം മാനിച്ചുകൊണ്ട് അവരുടെ വികാരത്തിനോടൊപ്പം നിൽക്കുകയായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ധീരജിന്റെ കൊലപാതകം കഴിഞ്ഞ് ആ റിമാൻഡ് കഴിഞ്ഞ് പുറത്തിറങ്ങി വന്ന പ്രതികളെ മാലയിട്ട് സ്വീകരിച്ചയാളാണ് ഇവരുടെ KPCCയുടെ പ്രസിഡന്റ്. അതല്ല പിണറായി വിജയൻ ചെയ്തത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെയ്തത് അതല്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെയ്തത് ആ മാതാപിതാക്കളുടെ സങ്കടത്തോടൊപ്പം അവരുടെ മകന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെങ്കിൽ അത് ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന അന്വേഷണ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, അങ്ങനെയാണെങ്കിൽ സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കണ്ടേ? ഇന്നലെ ഇതേപോലെ ചർച്ചയിൽ പങ്കെടുത്ത പാറശാല ചർച്ചയിൽ പങ്കെടുത്ത CPM-ന്റെ പ്രതിനിധി പറഞ്ഞത് അതൊരു അനിവാര്യതയല്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ തോന്നുന്നുണ്ടോ താങ്കൾക്ക്? അല്ല, ഞാൻ ആ ചർച്ച കേരളത്തിലെ ഗവൺമെന്റിന്റെ മുൻപാകെ വരുമ്പോൾ നഷ്ടപരിഹാരം കേരളത്തിലെ ഗവൺമെന്റിന്റെ മുൻപാകെ വരുമ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് അതിനകത്ത് നീതി ന്യായം നോക്കി കൃത്യമായി ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൃത്യമായി ആ കാര്യത്തിൽ ഇടപെടും എന്ന് തന്നെയാണ്. അതിനൊക്കെയുള്ള വിശാലമായ മനസ്സും രാഷ്ട്രീയ വീക്ഷണവും ഇച്ഛാശക്തിയുമുള്ള ഒരു മുഖ്യമന്ത്രിയാണ്. ആവശ്യപ്പെടാതെ ജുനൈദിന്റെ കുടുംബത്തിന് 10 ലക്ഷം കൊണ്ടുപോയി കൊടുത്തതാണ് പിണറായി വിജയൻ. ഇതെല്ലാം ജുനൈദിന്റെ കുടുംബത്തിന് കൊടുത്തു, സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് കൊടുത്തില്ല. ഇതിലെല്ലാം ചില ഒളിയമ്പുകളുണ്ട്. ദയവ് ചെയ്ത് ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിൽ നിന്ന് നമ്മൾ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തരുത്. അവിടെ സിദ്ധാർത്ഥിന്റെ കേരളത്തിലെ ഏറ്റവും ദാരുണമായ സംഭവം എന്ന് പറയുന്നത് നമ്മൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചു. സിദ്ധാർത്ഥിന്റെ മരണവും വേദനാജനകമാണ്, ജുനൈദിന്റെ മരണവും വേദനാജനകമാണ്, ധീരജിന്റെ മരണവും വേദനാജനകമാണ്. ആരും മരണപ്പെടാൻ പാടില്ല. ഒരു കാരണവശാലും ആരും ആരുടെയും കൈകൾ കൊണ്ട് കൊല ചെയ്യപ്പെടാൻ പാടില്ല. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടുന്ന സന്ദർഭമുണ്ട്, അതിനൊരു ആവശ്യകത ഉണ്ട് എങ്കിൽ തീർച്ചയായും കേരളത്തിന്റെ മുഖ്യമന്ത്രി സമാദരണീയനായ മുഖ്യമന്ത്രി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇവിടെ യഥാർത്ഥ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇവിടെ രാഷ്ട്രീയമായി ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് ആ കാര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് സങ്കുചിതമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇത് ഒരു വലിയ തന്ത്രമാണ്. ഇത് UDF ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്ന തന്ത്രമാണ്. KPCCയുടെ പ്രസിഡന്റ് ഈ സംസ്ഥാനത്ത് ജനങ്ങളെ നോക്കി പറഞ്ഞിട്ടുണ്ട്, RSS ശാഖയ്ക്ക് ഞങ്ങൾ കാവൽ നിന്നിട്ടുണ്ട്. എനിക്ക് BJP പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഐ വിൽ ഗോ വിത്ത് BJP. അതിനാരുടെയും ഔദാര്യം വേണ്ട. ഇത് പറഞ്ഞത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ K. സുധാകരനാണ്. RSS നേതാക്കന്മാരുടെ ഛായാചിത്രത്തിന് മുന്നിൽ നിന്നുകൊണ്ട് വിളക്ക് തെളിച്ച് അവരെ പ്രകീർത്തിക്കുന്നത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ
പറയുന്നത് ഇപ്പം ഒരു ഒറ്റമൂലി കണ്ടെത്തിയിട്ടുണ്ട്. ബെഹ്റയാണ് ഇതിനെല്ലാം കാരണക്കാരൻ. ആഗ്രഹമുള്ളവർ പോട്ടെ, അല്ലല്ല, ആഗ്രഹമുള്ളവർ പോട്ടെ. ആഗ്രഹമുള്ളവർ പോകുന്നതല്ല, ഈ ആഗ്രഹമുള്ളവർ പോകുന്നത് എല്ലാം നേടിയെടുത്തതിന് ശേഷം, ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് എല്ലാം നേടിയെടുത്തതിന് ശേഷം ആ പ്രസ്ഥാനത്തെ പെരുവഴിയിലാക്കിയിട്ട് പോകുമ്പോൾ ഈ രാഷ്ട്രീയ അധാർമികതയെ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഈ രാഷ്ട്രീയ അധാർമികതയെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. സഖ്യത്തിന്റെ ഭാഗമാണ് അത് ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി എന്റെ പോയിന്റിലേക്ക് ഞാൻ വന്നില്ല. ഈ കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബോധപൂർവം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ കാര്യമല്ല. ബോധപൂർവമായ ചെറിയ കാര്യമല്ല. ഒരു ചെറുപ്പക്കാരനെ 4 ദിവസം കൊടിയ എന്റെ നാവിലേക്ക് തിരികെ കയറ്റണ്ട. ഞാൻ സിദ്ധാർത്ഥിന്റെ കാര്യമല്ല ഇവിടെ സൂചിപ്പിച്ചത്. ബോധപൂർവം ചെറിയ ചില കാര്യങ്ങൾ. ആശുപത്രിയിൽ അന്ന് മരുന്നുണ്ടായിരുന്നു, ഇന്ന് മരുന്നില്ല. അന്ന് കിടക്കയുണ്ടായിരുന്നു, ഇന്ന് കിടക്കയില്ല. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളാണല്ലോ. ജനസഭയിൽ എല്ലാം ചർച്ച ചെയ്യും. ആ കാര്യങ്ങളെല്ലാം 5 വർഷങ്ങൾക്ക് മുൻപുള്ള 8 വർഷങ്ങൾക്ക് മുമ്പുള്ള UDF സർക്കാരിന്റെ കാലത്തെ ആശുപത്രിയും LDF സർക്കാരിന്റെ കാലത്തെ ആശുപത്രിയും വിലയിരുത്താൻ, താരതമ്യം ചെയ്യാൻ ഈ നാട് തയ്യാറാകണം. 8 വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ സംസ്ഥാനത്തെ പൊതുവിതരണ സമ്പ്രദായവും ഇപ്പോഴത്തെ പൊതുവിതരണ സമ്പ്രദായത്തെ കുറിച്ചും താരതമ്യം ചെയ്യാൻ ഈ നാട് തയ്യാറാകണം. അന്നത്തെ പൊതുവിദ്യാഭ്യാസത്തെ കുറിച്ചും ഇന്നത്തെ പൊതുവിദ്യാഭ്യാസത്തെ കുറിച്ചും ഒരു താരതമ്യ പഠനത്തിന് ഈ നാട് തയ്യാറാകണം. അങ്ങനെ തയ്യാറായാൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ സഖാവ് വി ജോയ് മാത്രമേ ജയിക്കത്തുള്ളൂ എന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുക. ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിദ്ധാർത്ഥന്റെ കുടുംബത്തിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾ മുഴുവൻ അത് മുതലെടുപ്പ് നടത്തുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പരാതി. ആ പരാതി ശരിയായൊരു കാര്യമല്ല. കാരണം ഇത് വയനാട് നടന്നൊരു വിഷയം. അത് കേരളത്തിലെ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നതിന് പിന്നിൽ ഈ കേരളത്തിലെ മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകൾക്കൊക്കെ വലിയ പങ്കുണ്ട്. ആ പങ്കാണ് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കൊണ്ട് കേസ് CBI അന്വേഷിക്കണമെന്ന അദ്ദേഹത്തിന് പറയേണ്ടി വന്ന സാഹചര്യം. ആ സാഹചര്യത്തെ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ചോദിക്കട്ടെ, ബോർഡ് എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞാൽ ഏത് ബോർഡാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സിദ്ധാർത്ഥന്റെ മരണത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷിച്ച് പ്രതികൾക്ക് ശിക്ഷ കൊടുക്കണം. ആ ബോർഡ് എടുത്ത് മാറ്റണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതാണ് ഉദ്ദേശിക്കുന്നത്. അത് തെറ്റാണ്. കാരണം നിങ്ങൾക്കത് അറിയാത്തോണ്ടാ. ആ കേസ് CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കില്ലേ? നിങ്ങൾ ചെയ്യേണ്ടത് SFIയുടെ പ്രവർത്തകനാണ് സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ് ആ സിദ്ധാർത്ഥിന്റെ വീട്ടിൽ നിങ്ങളൊരു ബോർഡ് വെച്ചു. ആ ബോർഡ് സിദ്ധാർത്ഥന്റെ അച്ഛൻ പുറത്തിറങ്ങി വന്ന് മാധ്യമങ്ങളിൽ എടുത്തു മാറ്റി. അപ്പൊ അതുകൊണ്ട് രണ്ടും വലിയ വ്യത്യാസമുണ്ട്. നിങ്ങൾ നോക്കൂ, രാജ്യത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ മന്ത്രിയായിട്ടുള്ള ശ്രീമാൻ വി മുരളീധരൻ നെടുമങ്ങാട് സിദ്ധാർത്ഥന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് സത്യാഗ്രഹ സമരം നടത്തി. അതിന്റെ 3-ന്റെ ഒന്നാണ് ഈ വിഷയം കേരളത്തിലെ മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിനെ കൊണ്ട് അന്വേഷിക്കാനിടുന്നത്. അതിനെ നിങ്ങൾ കണ്ണിൽ വെക്കുന്നത് ശരിയായ കാഴ്ചപ്പാടല്ല. അവസാനമായി ഒരു ചോദ്യം കൂടി പെട്ടെന്ന് ഉത്തരം പറയുക. അപ്പോ മണ്ഡലം നിലനിർത്തും 100% ഉറപ്പുണ്ട്? 100% ഉറപ്പുണ്ട്. 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അടൂർ പ്രകാശ് പാർലമെന്റിലേക്ക് പോകും. 1 ലക്ഷത്തിന് മുകളിൽ. 1 ലക്ഷത്തിന് കഴിഞ്ഞ പ്രാവശ്യം 40,000 വോട്ടിന് വിജയിച്ച അടൂർ പ്രകാശ് ഇത്തവണ ഭൂരിപക്ഷം 1 ലക്ഷത്തിന് മേൽ കൊണ്ടുപോകും. സുരേഷ് ഗോപ തിരിച്ചു പിടിക്കുമോ ആറ്റിങ്ങൽ? ഞാൻ സൂചിപ്പിച്ചല്ലോ, ഈ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം പണ്ടേ ഇടതുപക്ഷ സ്വഭാവമുള്ള ഒരു മണ്ഡലമാണ്. ഈ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ മണ്ഡലം ഒരു ഇടതുപക്ഷ പാരമ്പര്യമുള്ള, ഇടതുപക്ഷ സ്വഭാവമുള്ള ഒരു മണ്ഡലമാണ്. തീർച്ചയായും മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഈ നാടിന് ഒരു മുഖവരയുടെ ആവശ്യമില്ല. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ രാഷ്ട്രീയത്തിലും പെട്ട സഹോദരങ്ങളെ പേരെടുത്ത് വിളിക്കാൻ തക്ക വിധത്തിലുള്ള സുപരിചിതനായിട്ടുള്ള അഡ്വക്കേറ്റ് വി ജോയ്, അദ്ദേഹം ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 1.25 ലക്ഷം വോട്ടിൻ്റെ മേൽക്കൈ 7 നിയമസഭാ മണ്ഡലത്തിലുമായി ഈ മണ്ഡലത്തിലുണ്ട്. അതിനേക്കാൾ വർദ്ധിച്ച ഭൂരിപക്ഷത്തിൽ സഖാവ് വി ജോയ് ജയിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല, ജയിച്ചിരിക്കും. ഈ രാജ്യത്ത് വരാൻ പോകുന്ന സർക്കാരിൻ്റെ ഭാഗമാകാൻ, രാജ്യത്തെ നരേന്ദ്രമോദിയുടെ സർക്കാരിൻ്റെ ഭാഗമാകാൻ കഴിവുള്ള
ഏക MP ആകണം ഈ പാർലമെന്റിൽ നിന്ന് ജയിച്ചു പോകാൻ എന്നുള്ള വിശ്വാസം ഈ ആറ്റിങ്ങൽ പാർലമെന്റ് ജനതയ്ക്കുണ്ട്. ആ വിശ്വാസം ശ്രീമാൻ നരേന്ദ്രമോദിക്ക് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ മൂന്നാമത് സർക്കാർ ഉണ്ടാകുമ്പോൾ ആറ്റിങ്ങൽ പാർലമെന്റിൽ നിന്ന് ഒരു കേന്ദ്രമന്ത്രി ഉണ്ടാകും. ആ മന്ത്രിയുടെ പേര് ശ്രീമാൻ വി മുരളീധരനായിരിക്കുമെന്ന് ആറ്റിങ്ങൽ പാർലമെന്റ് ജനത വിധി എഴുതിയിരിക്കുകയാണ്. ഒരു തർക്കവും വേണ്ട, അട്ടിമറി വിജയം ഈ പാർലമെന്റ് ഉണ്ടാകും എന്നാണ് ഞങ്ങൾക്ക് ഈ ജനസഭയിലൂടെ ഈ പ്രദേശത്തെയും രാജ്യത്തെയും ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത്. യെസ്, ഏതായാലും ആറ്റിങ്ങലിൽ വീറും വാശിയുമുള്ള പോരാട്ടം നടക്കുമെന്ന് ഉറപ്പാണ്. ആ ഒരു വീറും വാശിയുമാണ് ജനസഭയിലും പ്രതിഫലിച്ചിരിക്കുന്നത്. മൂന്ന് മുന്നണികളുടെ പ്രതിനിധികൾ ശുഭപ്രതീക്ഷയിലാണ്. ജനസഭ ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ച സജീവമാക്കിയ, സക്രിയമാക്കിയ, വിജയിപ്പിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നാളെ കൊല്ലത്ത് കാണാം. ശുഭരാത്രി.